ഹലോ അസ്സാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഡയബറ്റീസുകാർക്കും അതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് അസുഖത്തിനാണെങ്കിലും രക്തക്കുറവിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ റാഗി. അപ്പോൾ ഇത് ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികളാണെങ്കിലും ആർക്കാണെങ്കിലും കഴിക്കാൻ അടിപൊളിയാവും, പിന്നെ ഒന്നും കൂടി ഹെൽത്തി ആവും ചെയ്യും കേട്ടോ. അപ്പം ഞാനിവിടെ നല്ലൊരു നാടൻ പഴം എടുത്തിട്ട് കുറച്ച് നെയ്യിലാണ് ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് വാട്ടിയിരിക്കുകയാണ്. അപ്പോൾ എത്രയാണോ ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാതും അളവൊക്കെ കൂട്ടിയെടുക്കാം. പിന്നെ ഈ നെയ്യിൽ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതൊക്കെ ഇതിൽ ചേർക്കുന്നത്. അപ്പം നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത കാരണം ഈ പഴവും തേങ്ങയും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു ആണി ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിരുന്നു. ഒരു കാൽ കപ്പോളം വെള്ളത്തിലാട്ടാ, ഒരു കാൽ കപ്പിൻ്റെ കുറവായിട്ടുള്ള വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തത് അതിന്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മധുരമുണ്ട്. പഴത്തിന് മധുരം തന്നെ ഉണ്ടാവുമല്ലോ, എന്നാലും അത്യാവശ്യം ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ശർക്കരയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഈ പഴവും അതുപോലെ തേങ്ങയും കൂടി ഒന്നും കണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കണ്ട നെയ്യിൽ വെന്തതാണല്ലോ, അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകോളം ഒന്നും കണ്ട് ആണ്ടും കൊണ്ടൊക്കെ ഇളക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിക്ക് ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഈ പൊടിയിൽ കുഴക്കണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തിളച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പൊടി വാട്ടിയെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ ഒഴിച്ചിക്കാണ്ട് കണ്ട് മാവ് നല്ല കണ്ട് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ തേങ്ങ അതിൽ ചേർക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ അത് കഴിക്കുന്ന സമയത്ത് നല്ല ഒന്നും കൂടി ഒരു രുചി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇളയ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഏത് തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളയ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ അതാ മാവ് കണ്ടില്ല, അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് ഷാറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വായൻ്റെ ഒരു ഇല ചെറിയ കഷ്ണം എടുത്തുകാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ തടവി കൊടുക്കട്ടോ. അപ്പോൾ ഒന്നും തടവിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ മാവ് എടുത്തുകാണ്ട് നൈസാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കട്ടോ. അപ്പോൾ എത്രയും കനം കുറച്ചിട്ടും പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ പരത്തിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ നെയ്യിലൊക്കെ വാട്ടിയെടുത്ത കാരണം ഫില്ലിങ്ങിന് കുറച്ച് ടേസ്റ്റ് കൂടും. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നെയ്യിലൊന്നും വാട്ടിയെടുക്കണില്ലെങ്കിൽ ഇതുപോലെ തേങ്ങയും ശർക്കര ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുത്തിട്ടും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, പിന്നെ അടിപൊളിയാണെങ്കിൽ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഈ തലവേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണം തന്നെയാണ് റാഗിന്ന്. അപ്പോൾ റാഗി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് അത്രയും നല്ലതാണ്. അതുപോലെ ഈ ഡയബറ്റീസ് ഉള്ളവർക്കും എല്ലാവർക്കും നല്ല സാധനമാണ് ഈ റാഗി. അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാടൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചെടുക്കണം. അപ്പോൾ 5 കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഒരു കപ്പ് പൊടി കൊണ്ട് 5 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അളവിനനുസരിച്ചിട്ട് വീട്ടിലെത്ര ആളുള്ളതിനനുസരിച്ചിട്ട് പൊടിയും വേണ്ട സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണേനും എന്നാലോ എണ്ണൻ്റെ ചിലവോ ഒന്നും വേണ്ട, ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡിയാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാ അവിടെ ഒരു 5 മിനിറ്റ് നേരം ഞാൻ ആവിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേവലൊന്നും പോരായി വേണ്ട വെച്ചിട്ട് 5 മിനിറ്റ് നേരം നന്നായിട്ട് ആവി കൊള്ളിച്ചിട്ട് എടുത്തതാണിത്. അപ്പോൾ ഇനി കുറച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിക്കൊക്കെ അത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കണ്ട് തൊളിച്ചെടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇലയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ, നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ തടവി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ പഴം വാട്ടുമ്പോൾ നെയ്യ് ചേർത്തതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നെയ്യോ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതും തന്നെ ഞാൻ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പഴമൊക്കെ വാട്ടുമ്പോൾ എത്രയും നല്ല നാടൻ നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു കുറച്ച് നാടൻ നെയ്യ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ വാട്ടിയെടുത്തത്. അപ്പോൾ കണ്ടില്ലത് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടാട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കണം, കുട്ടികളൊക്കെ കഴിച്ചിട്ടാ. പിന്നെ
ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല, അതുപോലെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് അങ്ങനെ മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യിലൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാവും കേട്ടോ. കഴിക്കണ സമയത്ത് ഇങ്ങനെ കടിക്കാനും കിട്ടുമ്പോൾ. ഇനിയിപ്പോൾ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്താക്കിയിട്ട് ഇതിലുപോലെ നെയ്യിലൊന്ന് വറുത്തിട്ടാലും നല്ല രുചി ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഉഷാറായിട്ട് കഴിച്ച് പോയിട്ട്, അപ്പോൾ ഞാൻ കഴിക്കുമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കിയാണ്. അപ്പോൾ മോളുവിനൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. മോള് ഒരു കഷ്ണം കഴിച്ച്, പിന്നെ മറ്റവരൊക്കെ ഓരോന്നും കഴിച്ചിട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ റാഗി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് റാഗി എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജ്യൂസാക്കിയിട്ടോ പോലെ പായസമാക്കിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആവുമെന്ന് മാത്രം. പഴവും അതുപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും വയറ്റിലാവും ചെയ്യും. ഈത്തപ്പഴം എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിലുള്ളത് വെച്ചിങ്ങാണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത് വേവൊന്നും പോരായില്ല കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തും ചെയ്ത്, പിന്നെ ആവിയിൽ ഒരു 5-8 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ആവി കൊണ്ട് വേവിച്ചെടുത്തും ചെയ്ത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഈ മാവിലും തേങ്ങ ചേർത്ത കാരണം തന്നെ ഇത് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് ഇതുപോലൊക്കെ തന്നെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ല ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.